വാക്യങ്ങളിൽ വാക്കുകൾ ചെയ്യുന്ന ധർമ്മവും അവയുടെ സ്വഭാവവും അനുസരിച്ച് വാക്കുകളെ 8 തരംതിരിക്കാം. അവ ഏതെല്ലാമാണ്? നൗൺ, പ്രോനൗൺ, വെർബ്, ആഡ്വർബ്, അഡ്ജക്റ്റീവ്, പ്രിപ്പൊസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇൻ്റർജെക്ഷൻ. ഈ 8 ഭാഷ സ്പീച്ചും ഒരേ സമയം ഒരു വാക്യത്തിൽ തന്നെ വന്നാലോ? നമുക്കിന്ന് അത്തരം ചില വാക്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ഉദാഹരണം, റാണി sang and danced very beautifully, but she didn't get any prize. റാണി സ്റ്റേജിൽ നന്നായി പാടുകയും ആടുകയും ചെയ്തു, പക്ഷേ അവൾക്ക് സമ്മാനമൊന്നും ലഭിച്ചില്ല. മറ്റൊന്ന്, ബാബു ran hurriedly to the railway station, but he missed the train. ബാബു ധൃതിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി, പക്ഷേ അവന് ട്രെയിൻ കിട്ടിയില്ല. ഇനി നമുക്ക് ഇവ ഓരോന്നും വിശകലനം ചെയ്യാം. ഈ വാക്യങ്ങളിൽ ഈ 8 പാർട്സ് ഓഫ് സ്പീച്ചുകൾ ഏതൊക്കെയെന്ന് ഒന്ന് നോക്കാം. റാണി sang and danced very beautifully on the stage, but she didn't get any prize. അയ്യോ, റാണി വളരെ മനോഹരമായി സ്റ്റേജിൽ പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്തു, പക്ഷേ അവൾക്ക് സമ്മാനമൊന്നും ലഭിച്ചില്ല. ഇനി നമുക്കിതിലെ 8 പാർട്സ് ഓഫ് സ്പീച്ചുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന എന്ന വാക്കാണ് ഇതിലെ ഇൻ്റർജെക്ഷൻ. ഇതിൽ നൗണ് 3 ഉണ്ട്, റാണിയും പ്രൈസും സ്റ്റേജും. അതുപോലെ വെർബ് ക്രിയകളും 3 ഉണ്ട്, സാങ്, ഡാൻസ്ഡ്, ഗെറ്റ്. ആൻഡും ബട്ടുമാണ് ഇതിലെ കൺജങ്ഷൻസ്. ഷീ ആണ് ഈ വാക്യത്തിലെ പ്രോനൗൺ. ഓൺ ആണ് ഇതിലെ പ്രിപ്പൊസിഷൻ. വെരി, ബ്യൂട്ടിഫുള്ളി എന്നിവ ആഡ്വർബാണ്. എനി എന്ന വാക്കാണ് ഇതിലെ അഡ്ജക്റ്റീവ്. ഈ 8 പാർട്സ് ഓഫ് സ്പീച്ചിന് പുറമെ പിന്നെ അവശേഷിക്കുന്ന 2 വാക്കുകളാണുള്ളത്. ഒന്ന് ദി, അതൊരു ആർട്ടിക്കിളാണ്. പിന്നെ ഡിഡ് നോട്ട്. ഡിഡ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. അതിനോടൊപ്പം ചേർന്നിട്ടുള്ള നോട്ട് എന്ന് പറഞ്ഞത് ഒരു നിഷേധ അർത്ഥം നൽകാൻ ഉപയോഗിക്കുന്ന ഒരു നെഗറ്റീവ് വേർഡാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്.